everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് DIY ഹെഡ് ടു ടോ ഗ്ലോ അപ്പ് റൂട്ടീൻ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രത്യേകിച്ച് ആ അടക്കളയിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആക്കണത്, ബോഡിയെ നന്നായിട്ട് പോളിഷ് ചെയ്യണത്, ആൻഡ് ഈ ഒരു അവിഞ്ഞ മോന്ത മാറ്റി നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കണത്. അപ്പോൾ റൂട്ടീൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറച്ച് റിലാക്സിംഗ് ആക്കാനായിട്ട് സൈഡ് ബൈ സൈഡ് എൻ്റെ ഫേവറേറ്റ് ഡോറേമോൻ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം ഷിൻചാൻ്റെ എല്ലാ എപ്പിസോഡ്സ് ഞാൻ കണ്ടു തീർത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സൈഡ് ബൈ സൈഡ് എന്തെങ്കിലും റിലാക്സിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് അല്ലെങ്കിൽ മൂവീസോ സീരീസോ എന്തെങ്കിലും വെച്ച് കാണാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. ആൻഡ് ബൈ ദ ബൈ, ഈ ഒരു പുതിയ കാൻഡിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിച്ച് നമ്മൾ മൂഡ് സെറ്റ് ആക്കുന്നുണ്ട്. ആൻഡ് മീഷോയിൽ നിന്ന് മേടിച്ച ഈ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള കാൻഡിൽ ലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോലത്തെ ഒരു സാധനം വരും ഗൈസ്, അത് വെച്ചിട്ടാണ് അങ്ങനെ കത്തിപ്പിടിക്കണത് കേട്ടോ. ഓക്കെ, അപ്പോൾ മൂഡ് സെറ്റ് ആയിട്ടുണ്ട്. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ റൂട്ടീൻ. സോ സ്മൂത്തനിങ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓയിലിംഗ് ഒന്നുമേ ചെയ്യാണ്ട് ജസ്റ്റ് നോർമലി ഹെയറിനെ ഒന്ന് വാഷ് ചെയ്യാണ് ഷാമ്പൂ യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇവിടെ ഞാൻ ബേബി ഷാമ്പൂയിലേക്ക് 2 ഡ്രോപ്പ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേബി ഷാമ്പൂ ഇല്ലെങ്കിൽ സിമ്പിൾ അടുത്തുള്ള വീട്ടിൽ വില കൊച്ചുണ്ടെങ്കിൽ അവരുടെ നിന്ന് കട്ടെടുത്തിട്ട് വരാം, എന്നിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഹെയറിലേക്കാണ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതാണ് ഒന്നും കൂടെ ബെറ്റർ. ബൈ ദ ബൈ, ഈ ഒരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് നനഞ്ഞ മുടിമ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ 2 in 1 കാര്യമായില്ലേ. ഇനി മണത്ത് ആസ്വദിച്ച് കാണിക്കുന്ന ഹെയർ മാസ്കിന് അത്ര പേർക്ക് മണമൊന്നുമില്ല, ബട്ട് ദിസ് ഇസ് വെരി മാജിക്കൽ ആയിട്ടുള്ള ഹെയർ മാസ്ക് ഗൈസ്. ഇതിന് വേണ്ടി വേണ്ടതാണ് അലോവേറ ജെൽ. എല്ലാവരുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെൽ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഗോ ഫോർ ദാറ്റ്. അപ്പോൾ 2 സ്പൂൺ ഞാൻ എടുക്കേണ്ട, അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഹണി. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള എന്ത് ഹണി ആയാലും ഹണി തന്നെ ആയിരിക്കണം. കുറച്ച് ഹണി ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് റേഷ്യോ ഒക്കെ ആക്കാട്ടെ. എന്നിട്ട് ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ 1/2 സ്പൂൺ തൈര് ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര മുടി ഗ്രീസി ആയി പോകും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 ഡ്രോപ്സ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വെറുതെ കണ്ണിക്കണ്ട ഓയിലല്ല, ഞാൻ ഹോഹോബ ഓയിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ചാലും മതി, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലിൻ്റെ 4 to 5 ഡ്രോപ്സ് ആഡ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കുക. ഇനിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോണത് കേട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, ട്രസ്റ്റ് മീ, ഇതൊരു മാജിക്കൽ ഹെയർ മാസ്ക് ആണ് ഹെയറിനെ സ്മൂത്ത് ആക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നനഞ്ഞ മുടി ആയതുകൊണ്ട് ഇത് നന്നായിട്ട് മുടിയിലേക്ക് അബ്സോർവ് ആവും. കാരണം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയുമുള്ള ഒരു വെള്ളം ഉണ്ടാവില്ലേ, കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം, അത് ഇവപ്പറേറ്റ് ആവും തോറും നമ്മുടെ ഈ ഹെയർ മാസ്ക് ഒന്നും കൂടെ ക്യൂട്ടിക്കൽസിലോട്ട് പതിയും, മനസ്സിലായ? എന്നിട്ട് നന്നായിട്ട് മുടിയെ ഒരു എന്താ പറയുക, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് നറിഷ്ഡ്. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ഹെയർ മാസ്ക് ഓയിലി ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എണ്ണയുള്ള മുടിയുമ്പോൾ വർക്ക് ആവില്ല. അപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുക, എന്നിട്ട് ഹെയർ വാഷ് ചെയ്യുക, എന്നിട്ട് ടോവൽ ഡ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് നനവ് മുടിയും ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷവർ ക്യാപ്പിൽ ഈ അരിയുടെ വല്ല കവർ ഉണ്ടാവില്ല, ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യുക. കാരണം കുറച്ച് ആ ഒരു സ്റ്റീമിങ് കിട്ടാനായിട്ട്. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ആ ഒരു ഹെയർ മാസ്ക് മുടിമേക്ക് പെനട്രേറ്റ് ആവും. എന്നിട്ട് ഒരു 20 മിനിറ്റ് വരെ വെച്ചിട്ട് ഹെയറിനെ നന്നായിട്ട് വാഷ് ചെയ്യുക. നോർമൽ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാവൂ. ഷാമ്പൂ യൂസ് ചെയ്ത് വീണ്ടും ഡ്രൈ ആക്കി നശിപ്പിച്ച് കളയരുത്. പിന്നെ കണ്ടീഷണറിന്റെ ആവശ്യമേ ഇല്ല, ബിക്കോസ് ഈ ഒരു സ്മൂത്തനിങ് ഹെയർ മാസ്ക് തന്നെ കണ്ടീഷണറിനെ കൂടെ ജോലിയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മുടെ മുടിയെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യും, നന്നായിട്ട് സ്മൂത്ത് ആക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, പക്ഷെ ഞാൻ 4 ദിവസം കഴിഞ്ഞ് കുളിച്ചത് കൊണ്ട് ഹെയർ ലെങ്ത്തിൽ മാത്രമേ അപ്ലൈ ചെയ്തു. കുളിച്ചതിന് ശേഷം കിട്ടിയ ആശ്വാസം, കാരണം 4 ദിവസം കഴിഞ്ഞ് എത്ര വൃത്തിക്ക് വഹതി തല കഴുകി കുളിച്ചത്. അപ്പോൾ 1 മാസം മുമ്പ് ദിവളം വരെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ അവസ്ഥ നോക്കിയേ, ഇതുപോലെ പാറിപ്പറന്ന് മുഴുവൻ മുറി നിറയൂട്ടോ. അപ്പം ഞാൻ എടുത്ത് നോക്കി കുറച്ച് മുടി, അപ്പോൾ എന്താ അതിനകത്ത് റൂട്ട് കാണുന്നുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഹെയർ ബ്രേക്കേജ് അല്ല, നടുവീന്ന് മുടി പൊട്ടണതല്ല, റൂട്ടിൽ നിന്നുള്ള മുടി തന്നെ വളരെ നൈസായിട്ട് പൊഴിഞ്ഞ് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി കുറേ സംഭവം ഞാൻ ട്രൈ ചെയ്ത് മുടിയൊക്കെ വളരുന്നുണ്ട്, പക്ഷെ ഉള്ള മുടി പോകാണ്ടിരിക്കാനായിട്ട് നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ് ഈ ഒരു സിറം. എൻ്റെ ഡെർമക്കോൻ്റെ ഇതിന് മുമ്പുള്ള സ്കിൻ കെയർ ആയാലും മേക്കപ്പ് ആയാലും എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് ഇതാണ് 20% ആക്റ്റീവ് പെപ്റ്റൈഡ് സ്റ്റെം സെൽ ഹെയർ ഗ്രോത്ത് സിറം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു ഹെയർ ഫോളിന് വേണ്ടി ഒരു സിറം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഗ്രീസി ഓയിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൈമ ഞാൻ ആ ഗ്രീസി ഓയിലി ആയിട്ടുള്ള ആ ഒരു സിറം അപ്ലൈ ചെയ്യണം. ആൻഡ് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഡെർമാക്കോൻ്റെ ഈ ഒരു സിറം. കുറച്ച് നേരം വച്ച് അതിനൊന്ന് അബ്സോർബ് ആവാൻ നമുക്ക് ബട്ടർ പേപ്പറിൽ പെട്ടെന്ന് നമുക്ക് ഓയിലിനെസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നോക്കിയേ ഇവിടെ മറ്റേ സിറമിൻ്റെ അവസ്ഥ, അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒടുക്കത്ത അവസ്ഥയായിരുന്നു. ഡെർമാക്കോ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ട പേപ്പർ തന്നെ കൈമ നിൽക്കണില്ല. അത്രയ്ക്ക് നോൺ ഓയിലി ആൻഡ് നോൺ ഗ്രീസി ആയിട്ടുള്ള ഫോർമുല ആണ്. ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. 2nd ഡേയും ഇൻഫാക്ട് 3rd ഡേയും ഇത് അപ്ലൈ ചെയ്യും. 4th ഡേ ഞാൻ അപ്ലൈ ചെയ്യില്ല, എൻ്റെ മുടി കുറച്ച് ഡേർട്ടി ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ഡയറക്റ്റ് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പും വേണം ഇത് അപ്ലൈ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള 20% ആക്റ്റീവ്സിൽ ഇന്ത്യൻ മാർക്കറ്റിലെ
ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതിനകത്ത് ഇറങ്ങിയിട്ടുള്ള പെപ്റ്റൈഡ്, സ്റ്റെം സെൽസ്, റെഡൻസിൽ ആൻഡ് എനഗെയിൻ വെച്ചിട്ട് ഹെയർ തിന്നിങ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റണതാണ്, ബ്രേക്കേജ് ഉണ്ടെങ്കിൽ മാറ്റണതാണ്, ഹെയർ ലോസ് മാറ്റിയിട്ട് നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ്ങർ, തിക്കർ ആൻഡ് ഫുള്ളർ. നമുക്കൊരു എല്ലാ പ്രൊഡക്ട്സ് പോലെ തന്നെ ഈ സിറമും ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണ്. ആൻഡ് യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവിന്റെ അണ്ടറിൽ നമ്മുടെ ഓർഡർ ഡെമോക്കോ ഒരു സ്റ്റുഡന്റിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ഭൂമി ഫൗണ്ടേഷനെ കൂടെ ചേർന്നുകൊണ്ട് ആ സ്റ്റുഡന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് അങ്ങനെ 20,000+ സ്റ്റുഡൻസിനെ അവർ ഓൾറെഡി എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ സിറം മേടിക്കുമ്പോൾ 20% ഓഫ് കിട്ടാനായിട്ട് മേഘ 2024 എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക ഓൺ ഡെമോക്കോന്റെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ്. ഓൾസോ അവൈലബിൾ ഓൺ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് പർപ്പിൾ. ഒരു അൻസറിനില്ലാത്ത ഒരു ടാനിങ് നിന്നും നമ്മൾ അലക്കി കഴുകി ഉടക്കിയെടുക്കും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോണതാണ് ഒരു ലുക്ക് ഇല്ലാത്ത എന്നാൽ അടിപൊളിയായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ബോഡി പോളിഷിംഗ് സ്ക്രബ് മാസ്ക്. എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ ഗൈസ് ഇങ്ങനെ ഇട്ട് കുഴയ്ക്കുമ്പോൾ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ കടലപ്പരിപ്പ്. യെസ്, പോയി കട്ടെടുത്തു, കാരണം നമ്മൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണതാണ് ഈ ഒരു സ്ക്രബ് മാസ്ക്. അതിനുവേണ്ടി നമുക്ക് 5 to 6 സ്പൂൺ കടലപ്പരിപ്പ് വേണം. ഇതിനെ നമ്മൾ ഡ്രൈ ഗ്രൈൻഡ് ചെയ്യാൻ പോകുകയാണ്, കാരണം ഒട്ടുമേ നനവ് പാടില്ല. ആൻഡ് വളരെ പൗഡർ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ പൊടിക്കാനും പാടില്ല. 60% പൗഡർ ആണെങ്കിൽ ബാക്കി 40% അതിന്റെ സ്ക്രബി പാർട്ടിക്കൽസ് അതിനകത്ത് ഉണ്ടാവണം. കണ്ട ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി കടല പൊടി ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇവിടെ എടുക്കുന്നതാണ് ഇൻസ്റ്റന്റ് കോഫി. അപ്പൊ നിങ്ങളുടെ അടുത്ത് കടല പൊടിയാണോ ഉള്ളെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒപ്പം എടുക്കുക ഫിൽട്ടർ കോഫി. കാരണം ഫിൽട്ടർ കോഫി ഓൾറെഡി കുറച്ചിങ്ങനെ റഫ് ആൻഡ് ഗ്രാനുവൽസ് അടങ്ങി സ്ക്രബി പാർട്ടിക്കൽസ് ആയിട്ടുള്ള രീതിയാണെങ്കിൽ ഈ രണ്ടിന്റെ കോമ്പോ നന്നായിട്ട് പോകും. അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്, ഇൻസ്റ്റന്റ് കോഫി എന്നെ പോലെ ഉണ്ടെങ്കിൽ എന്നെ പോലെ ഇതുപോലെ ഇൻസ്റ്റന്റ് കോഫിയുടെ 1 സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇവിടെ വേണ്ടതാണ് ബേക്കിംഗ് സോഡ. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നുമ വല്ല അലർജി ഉണ്ട്, സ്കിന്നുമ വല്ല സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം ഞാൻ നാരങ്ങ ഇവിടെ യൂസ് ചെയ്യണുണ്ട്. ഒരെണ്ണം ചീഞ്ഞതായതുകൊണ്ട് ഒരെണ്ണം ചീഞ്ഞതും ഒരെണ്ണം നല്ലതുമാണ് ഞാൻ എടുക്കണം. നിങ്ങൾ ഒരെണ്ണം നല്ലത് എടുത്താൽ മതി കേട്ടോ. എന്തായാലും ആ ചീഞ്ഞത് ഇനി ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പാവം ഒരർത്ഥമില്ലാണ്ട് ഈ ലോകത്തുനിന്ന് പോണതിന് മുമ്പ് ഞാൻ അതിനെ എന്തായാലും യൂസ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ട് അതിനിട്ട് എന്നിട്ട് അതിനെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബേക്കിംഗ് സോഡയുടെ ഒപ്പം ഈ ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതും ആ ഒരു പത വരും. പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട. ബിക്കോസ് ഇത് നമ്മൾ ബോഡിയിലാണ് യൂസ് ചെയ്യണത്. ഫേസുമ്പോൾ നമ്മൾ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് ഫേസിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി നമ്മുടെ ബോഡിയുടെ സ്കിൻ കുറച്ചും കൂടെ തിക്ക് ആൻഡ് ബിയറേബിൾ എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു റിയാക്ഷനോ ഒരു പ്രശ്നമോ പൊള്ളലോ ഒന്നും ഉണ്ടാവില്ല. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള ബോഡി പോളിഷിംഗ് മാസ്കാണ്, അതുകൊണ്ട് ഇത്രയും ധൈര്യത്തോടെ പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ധൈര്യം ഇല്ല, പേടിയാവണമെങ്കിൽ അങ്ങനെ യൂസേ ചെയ്യരുത്. കാരണം എന്ത് റെമഡിയും നമ്മൾ വിശ്വാസത്തോടെ വേണം യൂസ് ചെയ്യാൻ, അപ്പോഴത് നന്നായിട്ട് നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ബേക്കിംഗ് സോഡ പറ്റില്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് യൂസ് ചെയ്യാമല്ലോ. അതും പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ബേക്കിംഗ് സോഡ നാരങ്ങ ജ്യൂസിന്റെ പകരം നിങ്ങൾ യൂസ് ചെയ്യുക ടൊമാറ്റോ ജ്യൂസ്. യെസ്, അത് നന്നായിട്ട് വർക്ക് ആവുന്നതാണ്. ഒന്നല്ലെങ്കിൽ അരച്ചതിനെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. നന്നായിട്ട് ഒരു പ്യൂരി ആക്കിയിട്ട് ഈ ഒരു മാസ്കിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ഇതിന്റെ സ്മൂത്ത് പേസ്റ്റ് അല്ല, നമ്മൾ ഇച്ചിരി തിക്ക് പേസ്റ്റ് ആണ് ഇതിനെ ആക്കാൻ പോണത്. ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് അതിനെ ഒരു കൺസിസ്റ്റൻസി ആക്കി മാറ്റിയേക്കണത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ബോഡിയിലേക്ക് ഇതിനെ സ്ക്രബ് ചെയ്ത് കൊണ്ടുവേണം നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോഴേ നന്നായിട്ട് വർക്ക് ആവുള്ളൂ. നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ നിങ്ങൾ നക്കിൾസ്, ഫിംഗേഴ്സിൻ്റെ ഇടയിൽ, എൽബോസ്, അണ്ടർ ആംസ് എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ. നന്നായിട്ട് നമ്മുടെ സ്കിന്നെ പോളിഷ് ചെയ്യുക. പോളിഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നന്നായിട്ട് നമ്മുടെ ആ ഒരു സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പം നന്നായിട്ട് ഇതിനെ നിങ്ങൾ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി നമ്മുടെ സ്കിന്നിന് റിസൾട്ട് തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണത്. കാരണം ഓണത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല. അപ്പം നിങ്ങൾക്ക് വേഗം തന്നെ ഇത് യൂസ് ചെയ്തും കൊണ്ട് അങ്ങോട്ട് റോൾ അടിക്കാൻ പറ്റിയതാണ്. അപ്പം കയ്യിനെ മാത്രം പിടിക്കാൻ പോരാ, കാലും അടിപൊളി ആവണ്ടേ. അപ്പം കാലുമേക്ക് നന്നായിട്ട് നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്തും കൊണ്ട് വേണം നമ്മളിതിനെ നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സുഖവും കിട്ടും മസാജ് ചെയ്യുമ്പോൾ. ആൻഡ് അത് സ്ക്രബ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് വർക്ക് ആവണേ. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആണത്. സ്ട്രോബെറി സ്കിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് മാറുന്നതാണ്. ഇൻഗ്രോൺ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവില്ല, അതിനെയും ഇത് നന്നായിട്ട് മാറ്റണതാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് സ്മൂത്ത് സോഫ്റ്റ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം സ്കിന്നൊന്ന് തൊട്ട് നോക്കുക ഗൈസ്. പട്ടെന്ന് പറഞ്ഞ എന്ത് രസമായിരുന്നു അറിയുമ്പോൾ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കണതാണ്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം എന്താണെന്ന് അറിയാമോ, നമ്മളിതിനെ വിട്ട് കൊടുക്കാൻ വേണ്ടത്.
മനസ്സിലായോ? കാരണം നമ്മൾ സ്ക്രബിങ് ചെയ്ത് 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 നന്നായിട്ട് സ്കിന്നെ സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് എന്താ പറയുക, സ്കിന്നെ നന്നായിട്ട് ഒന്ന് മോയിസ്റ്റ് ആക്കിയിട്ടാണ് ഈ ഒരു മാസ്കിനെ നമ്മൾ അതുപോലെ തന്നെ വയ്ക്കാൻ കൊടുക്കണം. അപ്പോഴാണ് സ്കിന്നിലേക്ക് നന്നായിട്ട് ഇതൊന്ന് എഫക്റ്റ് ആവുള്ളൂ. എന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ഒരു മാസ്ക് അങ്ങോട്ട് നമ്മുടെ സ്കിന്നുമ്പോൾ ഒട്ടിപ്പിടിച്ച് അങ്ങോട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മളിതിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടണത്. അപ്പോൾ ഇതിനെ വെറുതെ നമ്മൾ വെച്ചാൽ പോരാ, 5 മിനിറ്റും 10 മിനിറ്റും ഒന്നും അല്ല, 20 മിനിറ്റ്. യെസ് ഗൈസ്, നല്ല പേഷ്യൻസ് വേണം, ഐ നോ. പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വരെ സീരീസോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വയ്ക്കുക. കാരണം ഞാൻ ഇവിടെ ബാത്റൂമിൽ തന്നെ ഇരിക്കണം, നിങ്ങളും അനുസരണയുടെ ബാത്റൂമിൽ തന്നെ ഇരിക്കുക. അവിടെ നിന്ന് പുറത്തിറങ്ങിയാലുള്ള ഭാഗ്യാവസ്ഥ, വീട്ടുകാർ തല്ലുപിടിക്കാൻ പോണത് അത് എൻ്റെ തലയിൽ വരരുത്. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളയരുത്, ഫാനിൻ്റെ അടിയിലൊന്നും ഇരിക്കരുത്, ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ. യെസ്, അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് സഹിക്കുക. കാരണം യെസ്, നമുക്ക് നല്ല റിസൾട്ടാണ് ഇവിടെ കിട്ടാൻ പോണത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കണ്ട, സ്ക്രബ് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഫുള്ളി അടിപൊളിയായിട്ട് ഇത് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കളയും ഗൈസ്. ആൻഡ് നമ്മുടെ ബോഡിയും ഉണ്ടായ ഒരു ടാനിങ്ങും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവില്ലേ, യെസ്, നന്നായിട്ട് ഇത് റിമൂവ് ചെയ്യണതാണ്. നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് മാസ്ക് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ മാസ്ക് ആയിട്ട് വെക്കുകയും ചെയ്തു. ആൻഡ് സ്ക്രബായിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യുക, മാസ്ക് ആയിട്ട് 20 മിനിറ്റ് വെക്കുക, എന്നിട്ട് വീണ്ടും സ്ക്രബ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ. ഗൈസ്, ആർ യു റെഡി ടു സീ ദ റിസൾട്ട്സ്? ഈ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, ഏറ്റവും കൂടുതൽ ഇൻസ്റ്റന്റ്ലി വർക്ക് ആവുന്ന ഒരു റെമഡി ആണ് കേട്ടോ. കാരണം ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം അത്യാവശ്യം ടാനൊക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കണേ. അതുകൊണ്ട് ഞാനും വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോഴും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അത്ഭുതം തന്നെ. കാരണം എൻ്റെ ടാനിങ് ഇനി ഒരിക്കലും പോകില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ശരിക്കും നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. സ്കിൻ അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. ആൻഡ് സ്ട്രോബെറി സ്കിൻ എന്നുള്ള കാര്യവും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കിൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, എൻ്റെ കാലും ഫീറ്റും ഒന്നും ഈ അവസ്ഥയല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മാസ്ക് യൂസ് ചെയ്തപ്പോൾ ഐ ജസ്റ്റ് ലവ് ഇറ്റ് ഗൈസ്. ഇതൊരു അടിപൊളി മാസ്ക്, എത്ര പറഞ്ഞാലും മതിയാകില്ല. എന്തായാലും ട്രൈ ചെയ്യുക ഗൈസ്, എന്നിട്ട് നിങ്ങൾ റിസൾട്ട്സ് തന്നെ അറിയിക്കാട്ടെ. എനിക്ക് കണ്ട എൽബോസും ഉള്ള ഡാർക്ക്നെസ്സും അതൊക്കെ മാറ്റും. നമ്മുടെ കാൽമുട്ടുമേ ഇത് അപ്ലൈ ചെയ്യാൻ നന്നായിട്ട്. യെസ്, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ സ്മൂത്ത്, ബ്രൈറ്റ് ആൻഡ് റേഡിയൻ്റ് ഒക്കെ ആക്കണതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബിങ്ങിന് ശേഷം നെക്സ്റ്റ് ഡേ ഹെയർ റിമൂവ് ചെയ്യാം. എനിക്ക് നോർമലി അങ്ങനെ കുഴപ്പമില്ല, സ്ക്രബ് ചെയ്യുന്ന ദിവസം ഹെയർ റിമൂവ് ചെയ്താൽ എനിക്ക് പേഴ്സണലി പ്രശ്നമില്ല. പക്ഷേ ചിലർക്ക് സെൻസിറ്റിവിറ്റി വരും. അപ്പോൾ ഫുൾ ബോഡി ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ റേസറെ യൂസ് ചെയ്യണേ. അണ്ടർ ആംസിൻ്റെ ഹെയർ റിമൂവ് ചെയ്യാൻ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു കോൾഡ് വാക്സ് സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്യാൻ കേട്ടോ. ഒന്നും പറയാനില്ല ഗൈസ്, ബോഡി പോളിഷിങ് കഴിഞ്ഞ് ഹെയർ റിമൂവൽ കഴിഞ്ഞിട്ട് എന്തൊരു ആശ്വാസം എന്നറിയാമോ. ഇനി നല്ലൊരു ബോഡി ലോഷൻ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ട്രസ്റ്റ് മീ ഗൈസ്. കാരണം നമ്മൾ ആദ്യം ചെയ്ത ഒരു ബോഡി പോളിഷിൻ്റെ റിസൾട്ട് നന്നായിട്ട് നിൽക്കണമെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല, നമ്മൾ ചെയ്തത് ഫുൾ വെറുതെ ആയിപ്പോവും. അപ്പോൾ നന്നായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് തേച്ച് തൂത്ത് ഓടാന്ന് വിചാരിക്കേണ്ട, നന്നായിട്ട് അപ്ലൈ ചെയ്ത് അബ്സോർബ് ആവണ വരെ നന്നായിട്ട് മസാജ് ചെയ്യാൻ. ഡേ ടൈം ആണെങ്കിൽ കണ്ടിപ്പാ സൺസ്ക്രീൻ യൂസ് and you are good to go. Now let's repair this അവിഞ്ഞ മോന്ത. ആൻഡ് അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോണതാണ് ഒരു അടിപൊളി ഫേസ് പാക്ക് ഫോർ ഫേസ് ആൻഡ് നെക്ക്. യെസ്, മോന്ത മാത്രം മിനുക്കി കഴുത്തിനെ പറഞ്ഞു ഓടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ കഴുത്തും അംഗമാണ് ശരീരത്തിൻ്റെ, അത് സ്വീകരിക്കൂ. കഴുത്ത് മാത്രമല്ല, ബാക്ക് ഓഫ് ദ നെക്കിനും കൂടെ ആയിട്ടുള്ള പാക്കാണ്. അതിനെ നമുക്ക് ഒട്ടുമേ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡാർക്ക് നെക്കായിട്ട് സന്തോഷമോടെ ജീവിക്കൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതാണ് ഈ ഒരു ഉണ്ട സാധനം. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ പൊട്ടറ്റോ. മീഡിയം സൈസാണ് ഞാൻ എടുത്തത്, പക്ഷെ നിങ്ങൾ കുറച്ച് വലുതെടുത്തോട്ടെ. കാരണം ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കിട്ടൂല. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് പണ്ടാറടങ്ങിയാണ് ജ്യൂസ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയി ഞങ്ങൾ അരച്ചിട്ട് നിങ്ങൾക്ക് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. പക്ഷെ അങ്ങനെ കുറച്ചും കൂടെ പാടാവട്ടെ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എന്നെ പോലെ തന്നെ അനുസരണയോടെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ റോൾ അടിക്കാൻ ഇരിക്കേണ്ട, സ്പൂൺ വെച്ചൊക്കെ കുറേ നേരം എടുക്കും. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നല്ലോണം ജ്യൂസ് കിട്ടും. കണ്ട, ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കുറച്ച് കുറഞ്ഞു. ആൻഡ് അഗൈൻ എല്ലാവരുടെ അടുത്തും മുതൽത്താനും മിട്ടി കാണുമല്ലോ. ഇല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ പോയിട്ട് മേടിക്കുക. സുഖമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് 15 രൂപ ആകുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയ 20. പക്ഷെ നല്ല ക്വാളിറ്റി ആൻഡ് ഒന്നും അടങ്ങാത്തതായിട്ടുള്ളത് തന്നെ പ്യോർ മുൾത്താനി മിട്ടി തന്നെ മേടിക്കുക കേട്ടോ. അതിലേക്ക് പൊട്ടറ്റോ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് ഇവിടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി മാറ്റുകയാണ്. ആൻഡ് പൊട്ടറ്റോ ജ്യൂസ് എനിക്ക് കുറഞ്ഞതുകൊണ്ട് അതേ ഗ്ലാസ്സിൽ കുറച്ച് പൊട്ടറ്റോ സ്റ്റാർച്ച് ഉണ്ടായിരുന്നു. നോർമൽ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് ഇതിനൊരു പേസ്റ്റ് ആക്കി മാറ്റി. ഞാൻ ആർത്തി കാണിച്ച് കുറേ വെള്ളം കൂടെ ഒഴിച്ച് പേസ്റ്റ് ആക്കിയപ്പോൾ കുറച്ച് അതിനകത്ത് ക്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ നിങ്ങൾ കുറച്ച് ആഡ് ചെയ്ത് തന്നെ സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റാം. ആഫ്റ്റർ ഓൾ കുഴപ്പമില്ല, പക്ഷേ എസ്തറ്റിക്കലി ഭംഗി ഉണ്ടാവില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അല്ലെങ്കിൽ ക്ലംസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫേസും അത് നന്നായിട്ട് വർക്ക് ആവും. പിന്നെ ആദ്യം കാണിച്ച ബോഡി പോളിഷിംഗ് മാസ്ക് ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്ത് നമ്മൾ അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ലൈക്ക് ബേക്കിംഗ് സോഡ ആൻഡ് ലെമൺ. ആൻഡ് ആ ഒരു റിയാക്ഷൻ നമ്മുടെ ഫേസിന് നല്ലതല്ല, കാരണം നമ്മുടെ ഫേസ് കമ്പാരിറ്റീവ്ലി കുറച്ച് സെൻസിറ്റീവ് ആണ്. പക്ഷേ നിങ്ങൾ മഹാമടിച്ചാണ്, നിങ്ങൾക്ക് 2 മാസ്കും ബോഡിക്ക് വേറെ ഫേസിന് വേറെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു മാസ്ക് ഇല്ലേ, യെസ്, ഈ ഒരു മുൾത്താനി മിട്ടിയൻ പൊട്ടറ്റോ ജ്യൂസിന്റെ ഈ ഒരു മാസ്ക് നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അങ്ങോട്ട് ഉണ്ടാക്കുക, ഫേസിലും ബോഡിയിലും അങ്ങോട്ട് ഒരുമിച്ച് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിൽ ആദ്യം അപ്ലൈ ചെയ്യുക, സോ ദാറ്റ് 20 മിനിറ്റ് ബോഡി നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ഒരു ഫേസുമ്പോൾ 10 to 12 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അത് ഈ കൂടുതൽ ഫേസിൽ വർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ നോക്കാം, ഫേസിൽ കൂടുതൽ വെച്ച് ഡ്രൈ ആക്കരുത്, റിസൾട്ട് റിവേഴ്സ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അത് വെച്ച് തന്നെ അടിപൊളി റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇൻസ്റ്റന്റ്ലി സ്കിൻ ബ്രൈറ്റ് ആവും. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ഡാംപ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല. ആ ഒരു റിസൾട്ട് ലോക്ക് ആവണമെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്കിൻ നമ്മുടെ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് എൻ്റെ മുടി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. നമ്മുടെ മുടി, ഓ മൈ ഗോഡ്, സ്മൂത്തനിങ് ഹെയർ മാസ്ക് അടിപൊളി റിസൾട്ടാണ് ഗൈസ് എൻ്റെ മുടിക്ക് തന്നേക്കണം. നല്ല ഒരു ബൗൺസ് ആൻഡ് ലുക്ക് അറ്റ് ദ സ്മൂത്ത്നെസ്. മുടി പൊളിയായിട്ടുണ്ട് ഗൈസ്. സ്പെഷ്യലി ലോ പോറോസിറ്റി ഹെയറിനാണെങ്കിൽ ഈ ഒരു മാസ്ക് പൊളിയായിട്ട് വർക്ക് ആവും. സോ ഡു ട്രൈ ദിസ്. ബൈ ദ വേ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഞാൻ ഇനി ഇതുപോലത്തെ DIY ആൻഡ് നാച്ചുറൽ പെട്ടെന്ന് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള അമേസിംഗ് റെമഡീസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. പക്ഷെ എനിക്ക് കുറെ കമന്റ്സ് കാണാം, ഞാൻ ആരതി പണ്ടാരമാണ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്താൽ മാത്രം പോലെ എല്ലാ റെമഡീസ് പോയി വേഗം തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് കമന്റ്സിൽ വന്ന് എന്നെ അറിയിക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലേക്ക് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഞാൻ അതിന്റെ ഓൾട്ടർനേറ്റീവ് അപ്പം തന്നെ പറഞ്ഞു തരാം. അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം. Always remember that I purple you all. Bye bye.